ആകാശേ, ഇതെന്താ പ്രൊഡക്റ്റ്? ഇത് ആക്ച്വലി നമ്മുടെ HGD ലൂമിന സ്ലിം ലൈം സീരീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വിൻഡോയാണ്. അത് ഡോർക്കം മൊസ്കിറ്റോ മെഷാണ് വരുന്നത് ആക്ച്വലി. ഓ, മൊസ്കിറ്റോ മെഷാണ്. മൊസ്കിറ്റോ മെഷീനിലൂടെ. ഓക്കെ. അപ്പോൾ ഈ മൊസ്കിറ്റോ മെഷ് എന്ന് പറയുമ്പോൾ ജനൽ നമ്മൾ ഈ വിൻഡോന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ അതിന്റെ ഒരു ഭംഗി നഷ്ടപ്പെടാൻ ചാൻസ് ഇല്ലേ? നല്ല ക്വസ്റ്റ്യൻ. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഐശ്വര്യ ഇപ്പുറത്തേക്ക് വാ. ഐശ്വര്യ ജസ്റ്റ് ഞാനിപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ. ഇപ്പൊ ഇതിലെവിടെയാ ഐശ്വര്യ മൊസ്കിറ്റോ മെഷ്? ഈ സൈഡ് ഉണ്ട്. ഈ സൈഡിലാണ്, ഉറപ്പല്ലേ? ഇപ്പൊ ഇതിലെവിടെയാണ് മൊസ്കിറ്റോ മെഷ്? ഈ സൈഡാണുള്ളത്. ഈ സൈഡാണ്, ഉറപ്പല്ലേ? അതെ. ഓക്കെ. ഇപ്പൊ ഇതിലെവിടെയാണ് മൊസ്കിറ്റോ മെഷ്? ഇവിടെയാണുള്ളത്. ഈ സൈഡിലാണ്. അതെ. അപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഇത് കാണുകയെന്നുണ്ടെങ്കിൽ ഇതിലെവിടെയാണ് മൊസ്കിറ്റോ മെഷ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇല്ല. ദാറ്റ്സ് ആൻ ആൻസർ. കൊള്ളാലോ, നല്ലൊരു സംഭവമാണല്ലേ അത്? അതെ അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൊസ്കിറ്റോ മെഷ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന സന്ധ്യാസമയങ്ങളിലാണ്. അപ്പോൾ നമ്മൾ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും കുട്ടികൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും അവരുടെ അടുത്താണ് പോയി ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് ഓക്കെ ആവോ? കുട്ടികൾക്ക് കംഫർട്ടബിൾ ആണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഐശ്വര്യ വരൂ. ഐശ്വര്യ ചെറു വിരലുണ്ടല്ലോ, ചെറു വിരലുകൊണ്ട് ഇത് നമ്മുടെ മൊസ്കിറ്റോ മെഷാണ്. ചെറു വിരലുകൊണ്ട് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് അടയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടോ നോക്ക്. അടയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടോ നോക്കൂ. ഒരു ചെറിയ കുട്ടിക്ക് ഒരു 4 വിരൽ ഒരു കൈ അല്ലെങ്കിൽ ഒരു 4 വിരലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടയ്ക്കാൻ പറ്റൂലേ? ഉറപ്പായിട്ടുണ്ട്. നമ്മളെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്ന ഈ വിരലിനേക്കാൾ ഉണ്ടാവുമല്ലോ എന്തായാലും കുട്ടി. തീർച്ചയായിട്ടും. അത്രത്തോളം സ്മൂത്ത് ആണ് ഈ പ്രൊഡക്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. നമ്മളൊരു സാധാരണക്കാർക്ക് ഒരു 2200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള ഒരു വീടൊക്കെ വെക്കുകയാണെങ്കിൽ ബാൽക്കണിയിൽ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര ഒരു സ്ക്വയർ ഫീറ്റ് വേണം ഇത് ചെയ്യുകയാണെങ്കിൽ? ആക്ച്വലി ഇത് ഡിപ്പെൻസ് ഓൺ ദ സ്പേസ് ആണ്. പക്ഷേ ഒരു ആവറേജ് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും നമുക്കൊരു 60 മുതൽ 70 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ വരാറുണ്ട് ഒരു ബാൽക്കണി സ്ലൈഡിംഗ് ഡോർ എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആവറേജ് പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു 1000 പെർ സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിലേക്ക് സ്റ്റാർട്ടിങ് ഒരു ആവറേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ആയിട്ട് നമുക്ക് പറയാം.